അങ്ങനെ നമ്മുടെ തേജുവിന്റെ കുറച്ചു നേരത്തെ യുദ്ധ പഠനത്തിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടത്. തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെ കുറച്ചു നേരം കുട്ടീനെ പിടിച്ചിരുത്തൂട്ട. അതിനുശേഷം ഇത് അവൻ എന്നുള്ളൊരു ഏർപ്പാടാണ് കേട്ടാ ഈ കാണണതും ഇനി കുട്ടി പറയാൻ പോണതുട്ടാ. ഫോട്ടോ എന്നും ഇതേ പഠിത്തം കഴിഞ്ഞ് അവന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് കേട്ടാ. അതും നോക്കിയിട്ട് അവൻ ചുള്ളപ്പനല്ലേ എന്ന് ചോദിക്കൂട്ടാ. അതിന്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു കാര്യം കണ്ടത്. എന്താടത് പൗച്ചിലൊക്കെ 1 2 3 എഴുതി വെച്ചേക്കണേ? ഏത് കുട്ടി? ഷാർപ്പ് ചെയ്ത് തരാം. അല്ലത് എന്താ ഇങ്ങനെ 1 2 3 എഴുതി വെച്ചേക്കണേ? അവൻ മത്സ്യങ്ങളായിട്ട് അവൻ എഴുതിക്കാൻ പാടില്ല. ഇത്രയും കൂടി വലുതാണെങ്കിൽ കോപ്പി അടിക്കാൻ എഴുതിയതാണെങ്കിലും വിചാരിക്കാം നമുക്ക്. പക്ഷെ ഇത് അതിനുള്ള ബോധം കൂടി ആയിട്ടില്ലല്ലോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് വിൻചേട്ടൻ വന്നിട്ട് ഇതേ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ മുട്ട ഉണ്ട്, പൊട്ടരുതെന്നും പറഞ്ഞിട്ടാണ് എന്റെ കയ്യിൽ തന്നിട്ട് വണ്ടി കൊണ്ടയ്ക്കാൻ പോയത്. പിന്നെ തേജപ്പ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞത് അവൻ തന്നെ ഒക്കെ ഒതുക്കി പറക്കി എടുത്ത് വെക്കൂട്ടാ. പിന്നെ ഇതെപ്പോൾ എടുത്ത് വെക്കണ ഈ ബോക്സ് ഉണ്ടല്ലോ, അത് ഡെയിലി തുറന്നു നോക്കിയാൽ അവനൊരു സമാധാനമുള്ളൂ. കാരണം അതിലാണ് അവന്റെ പെൻസിലും നെയിം സ്ലിപ്പും എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ളത് ഇട്ട് വെക്കണത് കേട്ടാ. അതെന്നും തുറന്നു നോക്കിയിട്ട് പുതിയ പെൻസിൽ എടുക്കട്ടമ്മേ എന്ന് ചോദിക്കല അവന് പണിയിട്ടാ. പിന്നെ വിൻചേട്ടൻ പൊട്ടരുത് എന്നും പറഞ്ഞ് തന്ന കവറാണ് കേട്ടോ എൻ്റെ ഇത്. മുട്ട അതേ പൊട്ടിയിട്ടാണ് എനിക്ക് കൊണ്ടു തന്നേക്കുന്നത്. മൊത്തത്തിൽ അതിൽ അഴുകി പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഓറഞ്ചിലും നമ്മുടെ ആപ്പിളാ തോന്നുന്നു കേട്ടോ, അതിലൊന്നും ആയിട്ടില്ല. പക്ഷെ നമ്മുടെ സബോളി ഉരുളൻകിഴങ്ങൂല്ലേ, അതിൽ മൊത്തത്തിൽ അങ്ങോട്ട് അഴുകി പിടിച്ചിട്ട് ഇരുന്നേക്കണത്. അത് സ്കൂട്ടിയുടെ ഉള്ളിൽ വെച്ചോണ്ടാ തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം നമ്മുടെ ഉരുളൻകിഴങ്ങും സബോളയൊക്കെ ഇത് കഴുകി എടുത്തിട്ട് വേഗം വെള്ളം വരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പരത്തിയിട്ട് ഞാൻ പുറത്ത് വെക്കുകയായിട്ടാ ചെയ്തത്. പിന്നെ അത് തന്നെ വേഗം മുട്ടയും കൂടിയും കഴുകി. മൊത്തത്തിൽ സ്മെല്ല് സഹിക്കാൻ പറ്റില്ലല്ലോ. അതായത് മുട്ട വെക്കുമ്പോഴുള്ള മണമായിരിക്കില്ല, മുട്ട പൊട്ടിപ്പോയുള്ള മണം കേട്ടോ. നമുക്ക് ആ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല, അമ്മ അതിൽ സ്മെല്ലായിരിക്കും. അതുകൊണ്ട് അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വിൻചേട്ടൻ ഞങ്ങൾക്ക് ഇന്ന് ഷവർമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിൻചേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതേ വാങ്ങിയിട്ട് എനിക്കും തേജപ്പിന് 2 എണ്ണം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിൻചേട്ടനോട് കഴിച്ചോ വായോ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണത്. പക്ഷെ വിൻചേട്ടൻ കഴിച്ചുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതേ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഞാനും തേജും കൂടിയിട്ട് ഇതേ വേഗം ഇരുന്നു കേട്ടാ. പിന്നെ ഇതേ സോസും മൈനസും എല്ലാം ഒഴിച്ചിട്ട് ഇതേ നമ്മുടെ ഷവർമ്മ കഴിക്കാൻ നോക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിച്ചോണ്ട് തന്നെ ഇന്ന് രാത്രിക്ക് നമുക്ക് വേറെ ഫുഡോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടാ. തേജുവിന് എന്തൊക്കെ വെച്ച് കൊടുത്താലും അവന് ദോശയും ചമ്മന്തിയും മുക്കി കഴിക്കണ പോലെ അവന് കഴിക്കാറിയുള്ളൂ കേട്ടോ. അവ അതേ ഓരോന്നോരോന്ന് മുക്കിയിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ വിൻചേട്ടന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് വീണ്ടും പോവാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതേ നളങ്കമാവ് ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. അപ്പം അത് ഞാൻ കുറച്ച് ഫേസിൽ ഇടാന്ന് വിചാരിച്ചിട്ട് റോസ് വാട്ടറും നളങ്കമാവൊക്കെ ഇട്ടിട്ട് ഇതേ മിക്സ് ആക്കിയിട്ട് ഇടുന്നുണ്ട്. ഇതിൽ ചെറുപയർ പൊടിയൊക്കെ ഉണ്ട്. പിന്നെ എന്തോ കസ്തൂരി മഞ്ഞളൊക്കെ തോന്നുന്നു കേട്ടോ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ്. അതൊക്കെ ഞാൻ തേക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് നളങ്കമാവ് തേക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ബീട്രൂട്ട് പൗഡർ കാണിച്ചില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി തേക്കാറുണ്ട്. എന്താണോ ഇരിക്കുന്നത് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് പാക്ക് ഉണ്ടാക്കിയിട്ടാണ് തേക്കാറ്. പിന്നെ ബാക്കിയുള്ളത് ഇതേ കുറച്ചൊക്കെ വിൻചേട്ടൻ്റെ മൊത്തം വെച്ച് തേച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങേണ്ട ടൈമായിട്ട് അപ്പോൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.